ദിവസവും നിങ്ങൾ വേദപുസ്തകം വായിക്കണം. വേദപുസ്തകമായിട്ട് നിങ്ങളൊരു പ്രേമത്തിലായിത്തീരണം, സ്നേഹബന്ധത്തിലായിത്തീരണം. അതൊരു ചടങ്ങല്ല, ചടങ്ങായിട്ട് വായിക്കണം. ചിലർ കഴിക്കുക വേദപുസ്തകം വായിച്ചില്ലെങ്കിൽ ദൈവം കോപിക്കുമോ, പിന്നെ ദൈവം ഒരു ചൂരലും കൊണ്ടിരിക്കുക, ആരൊക്കെയാണ് വേദപുസ്തകം അവരെ അടിക്കാനായിട്ട്? അല്ല, അതൊരു ചടങ്ങായിട്ടല്ല. ദൈവം കോപിക്കുമെന്നുള്ളത് കൊണ്ടല്ല, വായിച്ചാൽ ദൈവം സന്തോഷിക്കുമെന്നുള്ളത് കൊണ്ടാണോ? അതുകൊണ്ടുമല്ല. പിന്നെയോ ദൈവം ഒരു കണ്ണാടി പോലെ ഉപയോഗിക്കണം, ഒരു കണ്ണാടി അല്ലേ? ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ ഇതുപോലാണോ എൻ്റെ ജീവിതം, ഇതുപോലാണോ എൻ്റെ ജീവിതം, ഇതുപോലെയാണോ എൻ്റെ ജീവിതം? അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തെ ഒരു കണ്ണാടി പോലെ നമ്മൾ ഉപയോഗിക്കണം. എന്നെ കാണാൻ, എൻ്റെ അകത്തെ മനുഷ്യനെ കാണാൻ, എൻ്റെ അകത്തുള്ള മനുഷ്യൻ്റെ തനി സ്വരൂപം എനിക്ക് കാണുവാൻ, അല്ലെങ്കിൽ അവൻ്റെ രൂപം എന്നിൽ വരുവാൻ തക്കവണ്ണം. നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഞാനും ഒരിക്കൽ പ്രസംഗിച്ചതാണ് അല്ലേ? ഒരു തട്ടാൻ സ്വർണം ഒരുക്കുമ്പോൾ അവൻ്റെ സ്വരൂപം, അവൻ്റെ മുഖച്ഛായ ആ സ്വർണത്തിൽ കാണുമ്പോൾ, ശുക്ല സ്വർണമായി കഴിയുമ്പോൾ ആ സമയത്താണ് അവൻ അത് ഉരുക്കുന്നത്, നിർത്തുന്നത്. അതുപോലെ ക്രിസ്തുവിൻ്റെ ഭാവം നമ്മളിൽ ഉണ്ടാകണം. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് എവിടെയെങ്കിലും നമ്മുടെ ജീവിതത്തിനകത്തൊരു സർജറി നടത്തണമെങ്കിൽ സർജറി നടത്തുവാനായിട്ട് ഓരോ ദിവസവും കഴിയുമ്പോഴും നമ്മൾ കുറേ കൂടി കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ആത്മീക മനുഷ്യനായി തീരുവാൻ നമ്മൾ ശ്രമിക്കണം. ഓരോ ദിവസം കഴിക്കണം, ഡേ ആഫ്റ്റർ ഡേ ക്രിസ്തുവിൻ്റെ ഭാവം എന്നിൽ ഉണ്ടാവണം. എന്നെ കാണുന്ന എൻ്റെ മരുമകൾ പറയണം, എന്നെ കാണുന്ന എൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടി പറയണം, എന്നെ കാണുന്ന എൻ്റെ അയൽക്കാരി പറയണം, അദ്ദേഹം ഒരു ദൈവമനുഷ്യനാണ്, ആ സ്ത്രീ ഒരു ദൈവത്തിൻ്റെ മകളാണ്. അവർ ചുമ്മാതെ പറയുകയല്ല, അവരുടെ ജീവിതത്തിനകത്ത് അത് കാണുവാൻ കഴിയും.